മഞ്ഞുകാലങ്ങളെ പ്രകാശമാനമാക്കിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം കൂടി വരവായി. പതിതരും പാപികളും ദുർബല ചിത്തരുമായ മനുഷ്യർക്ക് രക്ഷയുടെ സന്ദേശവുമായി ഇതാ ഉണ്ണീശോ നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ഹൃദയങ്ങളെ നവീകരിച്ചുകൊണ്ട്, പോയകാല ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, മനസ്സുകളെയും ശരീരങ്ങളെയും ശുദ്ധീകരിച്ചുകൊണ്ട് ആഗതനാകുന്ന പൊന്നുണ്ണിയെ വരവേൽക്കാൻ നമുക്കൊരുങ്ങാം. അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട്, ഹൃദയ സമ്മാനങ്ങൾ വിതറിക്കൊണ്ട്, പ്രഭാപൂരിതനായി നമ്മിലേക്ക് വരുന്ന ഉണ്ണീശോയെ, ആ ദരിദ്രനായ നമ്മുടെ രാജാധിരാജനെ ജ്വലിക്കുന്ന ഭക്തിയോടെ, വെളിച്ചം നിറഞ്ഞ കണ്ണുകളോടെ, ശുദ്ധമാക്കപ്പെട്ട മനസ്സോടെ, തെളിവാർന്ന ഹൃദയത്തോടെ, നിഷ്കളങ്കമായ ശരീരത്തോടെ, ആഹ്ലാദാരവങ്ങളോടെ നമുക്ക് സ്വീകരിക്കാം. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ എന്നരുളി ചെയ്ത, കുഞ്ഞുങ്ങളെ സ്നേഹിച്ച, നമ്മോട് കുഞ്ഞുങ്ങളെപ്പോലെ ആകാൻ ആവശ്യപ്പെട്ട ബേത്ലഹേമിലെ ആ പൊന്നുണ്ണിയെ നമ്മുടെ കുഞ്ഞുമക്കൾ വരവേൽക്കുകയാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് മുൻപിൽ, നിങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ. യേശുവിന്റെ ജനനം, ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു പുത്തൻ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യാശയുടെ പടിവാതിൽ ഇതാ തുറക്കപ്പെട്ടു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിന് ലഭിച്ച മഹത്തായ പ്രകാശവും രക്ഷയുമായ യേശുവിന്റെ ജനനം മനുഷ്യവർഗത്തിന് ലഭിച്ച സ്വർഗീയ സൗഭാഗ്യമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വന്നല്ലോ ബത്ലഹേമിൽ ഉണ്ണി യേശുരാജൻ, കന്യാമേരി സുതനായി മഞ്ഞു പെയ്യും രാവിൽ. പോയിടാം നമ്മൾ കൊന്നായി ഉണ്ണിയെയും കാണാം, കാഴ്ച നൽകി വണങ്ങാം, കണ്ടു പുണ്യം നേടാം.
ശാന്തി നിറഞ്ഞലിയുന്നൊരു മംഗള സുവിശേഷം. വന്നല്ലോ ബത്ലഹേമിൽ ഉണ്ണി യേശുരാജൻ, കന്യാമേരി സുതനായി മഞ്ഞു പെയ്യും രാവിൽ. പോയിടാം നമ്മൾക്കൊന്നായി ഉണ്ണിയെയും കാണാം, കാഴ്ച നൽകി വണങ്ങാം, കണ്ടു പുണ്യം നേടാം. കിഴക്കുനിന്നും രാജാക്കന്മാർ ഉണ്ണിയെ കാണാൻ വന്നു, പൊന്നും മീറയും കുന്തുരുക്കവും കാഴ്ചവെച്ചവർ നിന്നു. കിഴക്കുനിന്നും രാജാക്കന്മാർ ഉണ്ണിയെ കാണാൻ വന്നു, പൊന്നും മീറയും കുന്തുരുക്കവും കാഴ്ചവെച്ചവർ നിന്നു. പിന്നിന്റെ നക്ഷത്രം വഴികാട്ടാൻ വന്നല്ലോ, ആരാധിച്ചിടാനായി ഇടയന്മാർ വന്നല്ലോ. നിരുപമ ശാന്തി നിറഞ്ഞവർ നാഥന് സ്തുതിഗീതം പാടി. വന്നല്ലോ ബത്ലഹേമിൽ ഉണ്ണി യേശുരാജൻ, കന്യാമേരി സുതനായി മഞ്ഞു പെയ്യും രാവിൽ. പോയിടാം നമ്മൾക്കൊന്നായി ഉണ്ണിയെയും കാണാം, കാഴ്ച നൽകി വണങ്ങാം, കണ്ടു പുണ്യം നേടാം. ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുവാൻ, കാലത്തിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞുമൂടിയൊരു രാത്രിയിൽ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന രക്ഷകന്റെ ജന്മദിനം. വിണ്ണിന്റെ നാഥനായ ദൈവം മണ്ണിൽ മനുഷ്യനെ തേടി വന്ന സുദിനം ക്രിസ്മസ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തെ തേടിയുള്ള ഈ സ്നേഹയാത്ര ബേത്ലഹേം കാലിത്തൊഴുത്തിൽ നിന്നും ആരംഭിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ മനസ്സിലും ഈ രക്ഷകൻ പിറക്കട്ടെ.
മണ്ണിന്റെ രക്ഷകനായി ആട്ടിടയരോട് ചേർന്ന് ആടിയിടാം. കൂട്ടുകാരനുണ്ണിയെ വണങ്ങിടാം. ആട്ടിടയരോട് ചേർന്ന് ആടിയിടാം. കൂട്ടുകാരനുണ്ണിയെ വണങ്ങിടാം. യേശുനാമം പുണ്യനാമം, നല്ല നാമം, വന്യനാമം, രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. യേശുനാമം പുണ്യനാമം, നല്ല നാമം, വന്യനാമം, രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. ഗുഡ് മോർണിംഗ് ഫാദർ ഡൊമിനിക്. മെറി ക്രിസ്മസ്. മേരി ക്രിസ്മസ് കുട്ടികളെ, എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഫാദർ ഡൊമിനിക്, ഈ പുൽക്കൂടിന്റെ അടുത്ത് ക്രിസ്മസ് ട്രീ വെക്കണത് എന്തിനാ? ഈ തൂങ്ങി കിടക്കുന്ന ഡെക്കറേഷൻസിന്റെ അർത്ഥം എന്താ? പണ്ട് ഈശോ പിറന്ന രാത്രിയില് ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നോ? അന്ന് ഈശോ പിറന്ന പുൽക്കൂടിനരികിലും ഒരു സരളവൃക്ഷം ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. പുൽക്കൂടിനോട് ചേർന്ന് നിന്ന ആ വൃക്ഷത്തിന് മുകളിലാണ് പോലും രാജാക്കന്മാർക്ക് വഴികാട്ടിയായി വന്ന നക്ഷത്രം നിലയുറപ്പിച്ചിരുന്നത്. ഇലകളില്ലാത്ത ആ സരളവൃക്ഷത്തിൽ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നുവെന്നും മിന്നാമിനുങ്ങുകളും അതുപോലെയുള്ള തീരെ ചെറിയ ജീവികളും ആ മരത്തിൽ ഉണർന്നിരുന്ന് യേശുവിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ ക്രിസ്മസ് ട്രീയെപ്പറ്റി പല കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. എന്നാൽ നാം ക്രൈസ്തവർ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ക്രിസ്മസ് ട്രീ ഒരു നിത്യഹരിത മരമാണ്. ഇത് നിത്യമായ ജീവിതത്തിന്റെയും ദൈവത്തോടൊത്തുള്ള അനന്തകാല വാസത്തിന്റെയും പ്രതീകമാണ്. ഇത് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സത്വാർത്തയും അവിടുത്തെ ഈ ലോക ജീവിതവും പീഡാനുഭവവും മരണവും ഉയർപ്പും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ആദ്യമായി ഈ ട്രീയിലെ നക്ഷത്രത്തെ നോക്കാം. അവ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് യേശു പിറന്ന രാത്രിയിൽ രാജാക്കന്മാർക്ക് വഴികാട്ടിയ അതേ നക്ഷത്രത്തെയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു പ്രഭാതത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമാണ്, ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ. അടുത്ത അലങ്കാര വസ്തുവായ മാലാഖയെ നോക്കാം. ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് നല്ല സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന മെസ്സഞ്ചേഴ്സ്. പരിശുദ്ധ മറിയത്തോട് സത്വാർത്ത അറിയിച്ചതും യോസേപ്പ് പിതാവിനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മറിയത്തെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞതും ആട്ടിടയന്മാരോട് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ഈ മാലാഖ തന്നെയായിരുന്നു. അടുത്തതായി ഈ ലൈറ്റുകളെ ശ്രദ്ധിച്ചില്ലേ? ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ രാത്രിയിൽ ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രം നൽകിയ വെളിച്ചത്തെയാണ്. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തു പ്രകാശമാണ്. അവിടുന്നാണ് പ്രകാശം നമ്മളിലേക്ക് പകർന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ട്രീയിലെ ലൈറ്റിലൂടെ നാം കാണുന്നത് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ തന്നെയാണ്. ക്രിസ്മസ് ട്രീയിൽ അലങ്കരിക്കാറുള്ള ഈ ബെല്ലുകൾ സന്തോഷത്തിന്റെ പ്രതീകങ്ങളാണ്. ലോകത്ത് പലയിടത്തും ഉണ്ണിയേശുവിന്റെ ജനനസമയത്ത് പള്ളിമണികൾ മുഴക്കി തിരുപ്പിറവി അറിയിക്കുന്നു. അപ്പോൾ ഈ ഡിഫറെന്റ് കളർ ബോളുകളുടെ അർത്ഥോ? ഓരോ ക്രിസ്മസ് ബോളിനും പ്രത്യേക അർത്ഥങ്ങളാണുള്ളത്. ഈ ഉരുണ്ട ബോളുകളെ സൂചിപ്പിക്കുന്നത് യേശുവിന്റെ അനന്തമായ സ്നേഹത്തെയാണ്. ആദ്യമായി ഗ്രീൻ ബോൾ. ഈ ഗ്രീൻ ബോൾ അർത്ഥമാക്കുന്നത് മാനസാന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയും പാപമോചനത്തിലുള്ള വിശ്വാസവുമാണ്. വൈറ്റ് ബോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ കറയില്ലാത്ത പവിത്രതയും ദിവ്യത്വവും പരിശുദ്ധതയുമാണ്. അപ്പോൾ ഈ റെഡ് ബോളോ യേശുവിന്റെ പീഡാസഹനവും കുരിശുമരണവുമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബ്ലൂ ബോളുകൾ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ്. ഒരു രക്ഷകൻ വരുമെന്നുള്ള നമ്മുടെ വിശ്വാസം അന്വർത്ഥമായത് ഇവിടെ സൂചിപ്പിക്കുന്നു. അവസാനമായി പറയുക ക്രിസ്മസ് ട്രീയുടെ ചൂട്ടിൽ വയ്ക്കാറുള്ള സമ്മാനങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ സ്നേഹത്തിന്റെ, ദാനത്തിന്റെ പ്രതീകങ്ങളാണവ. നാം മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ദൈവസ്നേഹത്തിന്റെ, അതുപോലെ ദാനത്തിന്റെ ശ്രേഷ്ഠതയാണ് അനുസ്മരിപ്പിക്കുന്നത്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് യേശുക്രിസ്തു. അങ്ങനെ ദൈവം നമുക്ക് തന്ന സ്നേഹത്തെ
ദാനമായി തന്ന യേശുവിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. ആ യേശുവിന്റെ വചനങ്ങൾ ശ്രവിച്ച് നല്ല നിലത്ത് വീണ വിത്തുകളായി 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കണം നിങ്ങൾ കുട്ടികൾ. നല്ല നിലത്ത് വീണ വിത്തിന്റെ ഉപമ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ലോകമാം വയലിൽ വചനത്തിൻ വിത്തുമായി വിതക്കാരനാം നാഥൻ അവതരിച്ചു. ലോകമാം വയലിൽ വചനത്തിൻ വിത്തുമായി വിതക്കാരനാം നാഥൻ അവതരിച്ചു. നിലമൊരുക്കി കളപെറുക്കി, നിലമൊരുക്കി കളപെറുക്കി, വിത്തുകൾ വാരിയെറിഞ്ഞു ഹൃത്തടത്തിൽ, വിത്തുകൾ വാരിയെറിഞ്ഞു ഹൃത്തടത്തിൽ. ലോകമാം വയലിൽ വചനത്തിൻ വിത്തുമായി വിതക്കാരനാം നാഥൻ അവതരിച്ചു. വചനവിത്ത് വചനവിത്ത് 30 മേനി 100 മേനി ഫലം തരണേ. വചനവിത്ത് വചനവിത്ത് 30 മേനി 100 മേനി ഫലം തരണേ. 30 മേനി 100 മേനി ഫലം തരണേ. ശ്രവിക്കാൻ കാതുകളും ഗ്രഹിക്കാൻ ഉൾത്തടവും തുറക്കാൻ അനുവദിക്കൂ യേശുനാഥ. ശ്രവിക്കാൻ കാതുകളും ഗ്രഹിക്കാൻ ഉൾത്തടവും തുറക്കാൻ അനുവദിക്കൂ യേശുനാഥ. വഴിയരികിൽ വീണോരു പാഴ്വിത്തായി പോകാതെ ഫലമേകാൻ എന്നെയും അനുവദിക്കൂ. വഴിയരികിൽ വീണോരു പാഴ്വിത്തായി പോകാതെ ഫലമേകാൻ എന്നെയും അനുവദിക്കൂ. വചനവിത്ത് വചനവിത്ത് 30 മേനി 100 മേനി ഫലം തരണേ. വചനവിത്ത് വചനവിത്ത് 30 മേനി 100 മേനി ഫലം തരണേ. 30 മേനി 100 മേനി ഫലം തരണേ. ധനാഢ്യമോഹങ്ങളിൽ ലൗകിക ചിന്തകളിൽ ജീവിച്ച മാത്രയിൽ ഞാൻ ഞെരുക്കപ്പെട്ടു. ധനാഢ്യമോഹങ്ങളിൽ ലൗകിക ചിന്തകളിൽ ജീവിച്ച മാത്രയിൽ ഞാൻ ഞെരുക്കപ്പെട്ടു. മുള്ളുകൾക്കിടയിലെ നെൽച്ചെടിയായി പൊലിയാതെ ഫലമേകാൻ എന്നെയും അനുഗ്രഹിക്കൂ. മുള്ളുകൾക്കിടയിലെ നെൽച്ചെടിയായി പൊലിയാതെ ഫലമേകാൻ എന്നെയും അനുഗ്രഹിക്കൂ. ലോകമാം വയലിൽ വചനത്തിൻ വിത്തുമായി വിതക്കാരനാം നാഥൻ അവതരിച്ചു. ലോകമാം വയലിൽ വചനത്തിൻ വിത്തുമായി വിതക്കാരനാം നാഥൻ അവതരിച്ചു. നിലമൊരുക്കി കളപെറുക്കി, നിലമൊരുക്കി കളപെറുക്കി, വിത്തുകൾ വാരിയെറിഞ്ഞു ഹൃത്തടത്തിൽ,
വിത്തുകൾ വാരിയെറിഞ്ഞു ഹൃത്തടത്തിൽ. ലോകമാം വയലിൽ വചനത്തിൻ വിത്തുമായി വിതക്കാരനാം നാഥൻ അവതരിച്ചു. വചനവിത്ത് വചനവിത്ത് 30 മേനി 100 മേനി ഫലം തരണേ. വചനവിത്ത് വചനവിത്ത് 30 മേനി 100 മേനി ഫലം തരണേ. 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 ആണ്ടേ, നമ്മുടെ ക്രിസ്മസ് പാപ്പ വരുന്നുണ്ടല്ലോ. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. Over the fields we go, laughing all the way. Bells and the bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Now the ground is white and the night is young. Take the sleigh tonight and join us in this song. Just get a bobtail bay, get ready for a run, then hitch him to a sleigh, and now we'll have some fun. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. Over the fields we go. ഞാൻ ദൂരെ നിന്നെല്ലാം കണ്ടു കേട്ടു. നിങ്ങൾ കുട്ടികൾ നല്ല മിടുക്കരാണല്ലോ. ഉണ്ണീശോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? സ്തുതിഗീതങ്ങൾ പാടി, താരാട്ടുപാടി, ഈശോ പറഞ്ഞു തന്ന വിത്തുകളുടെ ഉപമ എല്ലാവരും ഉൾക്കൊള്ളത്തക്ക വിധം നല്ല ഭംഗിയായി അവതരിപ്പിച്ചു. എനിക്കൊത്തിരി സന്തോഷം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൊച്ചു കൂട്ടുകാരെ, മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്കും രക്ഷയ്ക്കുമായി ഈ ഭൂമിയിൽ പിറന്ന ദൈവപുത്രന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ദിവസം തോറും വിവിധ പ്രശ്നങ്ങളാൽ വിഷമിക്കുന്ന നമുക്ക് ജീവിതത്തിലെ കൈപ്പേറിയ സാഹചര്യങ്ങളും അനുഭവങ്ങളും അതിലാഘവത്തോടെ തരണം ചെയ്യാനാവും ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയ പുൽക്കൂടുകളിലേക്ക് ക്ഷണിക്കാനായാൽ. എനിക്ക് വേണ്ടിയാണ് ഈശോ ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്. ആ ഈശോയെ അനുകരിച്ച് ആ ഈശോയ്ക്ക് വേണ്ടി എനിക്കും ജീവിക്കണം എന്നൊരു വലിയ തീരുമാനം ഈ ക്രിസ്മസ് നാളിൽ നമുക്കെടുക്കാം. അത്രയ്ക്ക് ആത്മബന്ധമുണ്ടാകണം നമുക്ക് ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഈശോയുമായി. ഈ ഉണ്ണീശോ പിറക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. അതിനാൽ നമ്മുടെ ഹൃദയങ്ങളെയാണ് നാം പുൽക്കൂടായി ഒരുക്കേണ്ടത്. എല്ലാവിധ നന്മകളാകുന്ന അലങ്കാരങ്ങൾ കൊണ്ട് ഹൃദയങ്ങളെ പുൽക്കൂടാക്കി അലങ്കരിച്ചൊരുക്കി അതിൽ ഉണ്ണീശോയെ സ്വീകരിച്ച് ആ പുൽക്കൂട്ടിൽ നിന്നും ഉണ്ണീശോ ഒരിക്കലും ഇറങ്ങിപ്പോകാത്ത വിധം നമ്മോടൊപ്പം വളർന്ന് എന്നും നമ്മോടൊപ്പം ആയിരിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നാം ഒരു ഉത്തമ ക്രിസ്ത്യാനിയുടെ കടമ നിറവേറ്റുന്നത്. സ്നേഹനിധികളായ മാതാപിതാക്കളെ, എന്തുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കൾ ഒന്ന് വഴക്കു പറഞ്ഞാൽ, അതല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യം അവരുടെ നന്മയ്ക്കായി നാം സാധിച്ചു കൊടുക്കാതിരുന്നാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവരുടെ തന്നെ വഴികൾ തേടി അവർ മാതാപിതാക്കളെ വിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
ഒരു വിഷമസന്ധി വന്നാൽ, സങ്കടങ്ങൾ വരുമ്പോൾ, അസുഖങ്ങൾ ഉണ്ടായാൽ ആ ഉണ്ണീശോയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ, ആ ആശ്വാസം മാത്രം മതി മുന്നോട്ട് നിങ്ങളെ നയിക്കാൻ എന്നുള്ള വിശ്വാസം, ആ വലിയ ബോധ്യം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വേരുറപ്പിച്ചു കൊടുക്കണം നിങ്ങൾ മാതാപിതാക്കൾ. ചെറുപ്പത്തിലെ കുടുംബത്തിൽ വെച്ച് തന്നെ കുഞ്ഞു മനസ്സുകളെ ദൈവീകതയിൽ പാകപ്പെടുത്തി വിശ്വാസത്തിൽ വേരുറപ്പിച്ചു വിടുന്ന വ്യക്തിത്വങ്ങൾ ഏത് കൊടുങ്കാറ്റ് വന്നാലും കുലുങ്ങാത്ത ഉറച്ച വൃക്ഷങ്ങളായി നിലനിന്നുകൊള്ളും. ഏത് സാഹചര്യങ്ങളിലും പതറാതെ ഈശോയെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന നല്ല വ്യക്തികളാക്കി തീർക്കണം നമ്മുടെ കുട്ടികളെ. നിറഞ്ഞ സന്തോഷത്തോടെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ഈശോയുടെ സ്നേഹം ജീവിതത്തിലുടനീളം മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എന്നാ പിന്നെ ലെറ്റ് us enjoy. Wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas.